നവരാത്രിയുടെ ആരംഭവേളയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ പുതുതലമുറ GST പരിഷ്കാരങ്ങൾ നിലവിൽ വന്നു. സ്വയം പര്യാപ്ത ഇന്ത്യ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ രാജ്യം നടത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് പുതിയ പരിഷ്കാരങ്ങൾ. ഇന്ത്യയിലുടനീളം GST സമ്പാദ്യോത്സവത്തിന്റെ തുടക്കമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. इस GST बचत उत्सव में आपकी बचत बढ़ेगी और आप अपनी पसंद की चीजों को और ज्यादा आसानी से खरीद पाएंगे. हमारे देश के गरीब, मध्यम वर्गीय लोग, न्यू मिडिल क्लास, युवा, किसान, महिलाएं, दुकानदार, व्यापारी, उद्यमी सभी को ये बचत उत्सव का बहुत फायदा होगा. 2017 ജൂലൈ 1 അവതരിപ്പിച്ച ചരക്ക് സേവന നികുതി സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരോക്ഷ നികുതി പരിഷ്കരണമാണ്. ഒന്നിലധികം കേന്ദ്ര സംസ്ഥാന നികുതികളെ ഒരൊറ്റ ഏകീകൃത സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് GST ഒരു പൊതു ദേശീയ വിപണി സൃഷ്ടിച്ചു. നികുതികളുടെ കാസ്കേഡിംഗ് കുറച്ചു, ചട്ടപാലനം ലളിതമാക്കി, സുതാര്യത മെച്ചപ്പെടുത്തി. 8 വർഷത്തിനിടയിൽ നിരക്ക് യുക്തിസഹമാക്കിയും ഡിജിറ്റലൈസേഷനിലൂടെയും GST സ്ഥിരമായി വികസിക്കുകയും ഇന്ത്യയുടെ പരോക്ഷ നികുതി ചട്ടക്കൂടിന്റെ നട്ടെല്ലായി മാറുകയും ചെയ്തു. കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന 56ാമത് GST കൗൺസിൽ യോഗത്തിലാണ് അടുത്ത തലമുറ GST പരിഷ്കാരങ്ങൾക്ക് അംഗീകാരം നൽകിയത്. 5%, 18% എന്നിങ്ങനെ ലളിതമായ 2 സ്ലാബ് ഘടനയോടെയാണ് പുതിയ നിരക്കുകൾ. സാധാരണക്കാർക്കും കുടുംബങ്ങൾക്കും കർഷകർക്കും വ്യവസായങ്ങൾക്കും ഒരുപോലെ ഗുണപരമാണ് പരിഷ്കാരങ്ങൾ. GSTയുടെ വിജയത്തെ അടിസ്ഥാനമാക്കിയുള്ള വികസനം, ന്യായമായ നികുതിക്കായി നിരക്കുകൾ യുക്തിസഹമാക്കൽ, സാങ്കേതിക വിദ്യയിലൂടെ ഫയലിംഗ് ലളിതമാക്കൽ, ഉപഭോക്താക്കൾക്ക് മുൻഗണന, MSMEകളെയും നിർമ്മാതാക്കളെയും ശാക്തീകരിക്കൽ, എല്ലാ സംസ്ഥാനങ്ങൾക്കും സുസ്ഥിരമായ വരുമാന വളർച്ച, കുറഞ്ഞ നികുതി മൂലമുണ്ടാകുന്ന അധിക ഉയർന്ന ചെലവ് എന്നിങ്ങനെ 7 സ്തംഭങ്ങളാണ് അടുത്ത തലമുറ GST പരിഷ്കാരങ്ങളിൽ ഉള്ളത്. ലളിതമായ GST ഘടനയും വിശാലമായ നിരക്ക് കുറവുകളും ഇന്ത്യയുടെ നികുതി യാത്രയിൽ ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തുന്നു. പൗരന്മാർക്ക് താങ്ങാനാവുന്ന വില, ബിസിനസ്സുകൾക്കുള്ള മത്സരക്ഷമത, ചട്ടങ്ങളിലെ സുതാര്യത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ GST പരിഷ്കാരങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അഭിവൃദ്ധിക്കും സാമ്പത്തിക പരിവർത്തനത്തിനും ഒരു ഉത്തേജകമായി മാറുന്നു.